ഹലോ എവ്രി വൺ, പി എസ് സി മെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫെബ്രുവരി മാസത്തെ പി എസ് സി ബുള്ളറ്റിൻസ് ആണ് നോക്കുന്നത്. അതിനകത്തെ കറണ്ട് അഫയേഴ്സ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, പി എസ് സിക്ക് എന്താണെങ്കിലും പി എസ് സി ബുള്ളറ്റിൻ എന്നുള്ള കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ലക്കം കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നോക്കിയേ, അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് വനിതാ പുരുഷ ക്രിക്കറ്റ് ടീമുകളിൽ ഇന്ത്യക്ക് വേണ്ടി നേടിയ ഏറ്റവും വലിയ റൺസാണ്. 304 റൺസിൻ്റെ വിജയവും വനിതകൾക്ക് എവിടെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമായിട്ട് കിട്ടുകയും ചെയ്തു. 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഏറ്റവും ഉയർന്ന സ്കോറ്. പിന്നെ മെൻസിൻ്റെ, അതായത് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ 418. അത് ആർക്കെതിരെയായിരുന്നു? വെസ്റ്റ് ഇൻഡീസിനെതിരെ 2011. അപ്പോൾ നോക്കിയേ, നമ്മുടെ പുരുഷ വനിതാ ടീമുകൾക്ക് ഉള്ള ഏറ്റവും ഹയസ്റ്റ് ടോട്ടലാണ് വന്നേക്കുന്നത് 435. ഇതിന് മുന്നേ ഉണ്ടായിരുന്നേ 418 തന്നെ കവർ ചെയ്തിട്ടാണ് 435 വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കാര്യം കൂടി ഓർക്കണം. ഈ സിംബാബ്വെ നമ്മുടെ ഈ വർഷത്തെ, അതായത് 2024 T20 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിൽ ഗാംബിയക്കെതിരെ എത്ര റൺസിനായിരുന്നു ജയിച്ചതെന്ന് ഓർമ്മയുണ്ടോ? 290 റൺസിനായിരുന്നു. അതായത് അവരുടെ ഹയസ്റ്റ് ടോട്ടൽ. അത് T20 ആയിരുന്നു ആയിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞത് ODI ആണ്. അപ്പോൾ T20യിൽ സിംബാബ്വെ, അതായത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ അടിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ, അതായത് ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ പോലെയുള്ള രാജ്യമല്ല, സിംബാബ്വെ ആണ്. അതും ഒരു ഇന്റർനാഷണൽ, അതായത് T20 മത്സരത്തിൻ്റെ ക്വാളിഫിക്കേഷൻ സമയത്താണ് സിംബാബ്വെ ഗാംബിയക്കെതിരെ 344 T20യിൽ അടിക്കുന്നത്. അവർ 290 റൺസിൻ്റെ വിജയവും നേടി. അപ്പോൾ നമ്മൾ 9ാമത്തെ, അതായത് 9th എഡിഷൻ ആയിരുന്നു ഏത് T20. കാര്യം ഇതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 9th എഡിഷൻ T20 അടിച്ചത് ആരാടാ? നമ്മൾ ഇന്ത്യ ആണല്ലേ. ഇന്ത്യയുടെ രണ്ടാമത്തെ സെക്കൻഡ് T20 വേൾഡ് കപ്പ് ആയിരുന്നു അത്. ഈ വർഷം 2024 നമ്മൾ അടിച്ചു. ഇതിനു മുന്നേ നമ്മൾ അടിക്കുന്നത് 2007. അപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടും ഇന്ത്യയും മാത്രമാണ്. ബാക്കി രാജ്യങ്ങളൊക്കെ ഓരോ പ്രാവശ്യമൊക്കെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, T20 വേൾഡ് കപ്പ് 9th എഡിഷൻ ആയിരുന്നു എന്നുള്ളതും 2007 2024 നമ്മുടെ ഇന്ത്യ T20 വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നെയാണ്. കാര്യം നമ്മൾ ഈ ഹയസ്റ്റ് ഓർക്കുമ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ വനിതകൾ അടിച്ചു 435 അയർലൻഡിനെതിരെ. അതേമാതിരി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ T20യിലെ ഹയസ്റ്റ് വിന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത നോക്കിയേ, പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർലോവിൻ്റെ ആദരസൂചനയായിട്ട് അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കി അല്ലേ. അതിൻ്റെ ഒരു ഫിഗറൊക്കെ ഞാനിവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി, ജോർജ് ഓർവെല്ലിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വലിയൊരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള വർക്കുകളാണ് ആനിമൽ ഫാം എന്ന് പറയുന്നത്. ആനിമൽ ഫാം അദ്ദേഹത്തിൻ്റെ ഒരു മേജർ വർക്കായിരുന്നു. അതുപോലെ 1984 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മേജർ വർക്കായിരുന്നു. അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ബ്രിട്ടീഷ് സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് 2 പൗണ്ട് നാണയം പുറത്തിറക്കുന്നത്. അപ്പോൾ അടുത്ത നോക്കിയേ, പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആണ് യുൻ സുക്കിയോൾ. അദ്ദേഹത്തെ ചെയ്തിട്ടുണ്ട്? അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പദവിയിലിരിക്കെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സൗത്ത് കൊറിയയുടെ ഒരു പ്രസിഡന്റ് ആണ് അദ്ദേഹം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആ പേര് വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് PSC ചോദിക്കാം. അപ്പോൾ ഈ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ ഇംപീച്ച്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 61 അല്ലേ. 61 ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സഭ ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരെ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആരോപിച്ച് ഇംപീച്ച് ചെയ്യാനായിട്ട് തുടക്കമിടാം. എന്നിട്ട് ഒരു സഭയിൽ നിന്ന് അത് പാസ്സാക്കി അടുത്ത സഭയിലേക്ക് പോകണം. അപ്പോൾ ആ സഭ അത് അന്വേഷിക്കണം, 3/2 ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്ത്യയിലെ ഒരു പ്രസിഡന്റിനെയും ഇതുവരെ ഇംപീച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ അതേ നോക്കിക്കേ, നമ്മുടെ ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റിനെ അവർ ഇംപീച്ച് ചെയ്യുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വരെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. INS സൂററ്റ്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനിയായ INS വാക്ഷീറും പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു അല്ലേ. നമുക്ക് കുറേ പ്രൊജക്റ്റുകളുണ്ട്. പ്രൊജക്റ്റ് 75, പ്രൊജക്റ്റ് 15A, പ്രൊജക്റ്റ് 15B, പ്രൊജക്റ്റ് 17A, ഇങ്ങനെ പല പ്രൊജക്റ്റുകളുണ്ട്. ഇത് എല്ലാം നാവികസേനയുമായി ബന്ധപ്പെട്ട അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഒക്കെ ഉണ്ടാക്കുന്ന
പ്രൊജക്റ്റുകളാണ്. നമ്മൾ പല രാജ്യങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നേവി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇൻജീനിയസ് ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ പദ്ധതികളുടെ ഭാഗമായിട്ടൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്ത് നമ്മളിപ്പോൾ ഓർത്തിരിക്കേണ്ടത് INS സൂറത്ത് ഓർത്തിരിക്കുക, INS നീലഗിരി ഓർത്തിരിക്കുക, പിന്നെ INS വാക്ഷീർ. ഈ INS സൂറത്തും INS നീലഗിരി എന്താണ്, യുദ്ധക്കപ്പലുകളാണ്. INS വാക്ഷീർ എന്ന് പറയുന്നത് അന്തർവാഹിനിയാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു ഈ പ്രോജക്റ്റ് 75 പ്രോജക്റ്റ് എന്നൊക്കെ. ഈ പ്രോജക്റ്റ് 75 എന്തുമായിട്ട് ബന്ധപ്പെട്ടാടാ? പ്രോജക്റ്റ് 75 എന്ന് പറയുന്നത് ഒരു സ്കോർപ്പിയൻ ക്ലാസ്, അതായത് ഓരോ അന്തർവാഹിനികളിൽ ഓരോ ക്ലാസ് ആണ്. കാൽവരി ക്ലാസ് അല്ലെങ്കിൽ സ്കോർപ്പിയൻ ക്ലാസ്, അങ്ങനെ ഓരോ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനിയാണ്. അന്തർവാഹിനി നിർമ്മിക്കുന്നതിൻ്റെ പ്രോജക്റ്റാണ് എന്ത്, അതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് 75 എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അങ്ങനെ ആ ബേസിസിൽ നമ്മൾ മൊത്തം 6 അന്തർവാഹിനികളാണ് ഉണ്ടാക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു 6ാമത്തേതും നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേമാതിരി തന്നെയുള്ളൊരു അടുത്ത പ്രോജക്റ്റാണ് പ്രോജക്റ്റ് 15B എന്ന് പറയുന്നത്. അത് യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളാണ്. ഈ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് വിശാഖപട്ടണം ക്ലാസ് ആണ്. പട്ടണം ക്ലാസ് യുദ്ധക്കപ്പലുകളാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതേമാതിരി തന്നെ പ്രോജക്റ്റ് 15A ഉണ്ട്. ഈ 15A എന്ന് പറയുന്നത് അതായത് മിസൈൽ ഗൈഡഡ് ആയിട്ടുള്ള ഗൈഡഡ് യുദ്ധക്കപ്പലുകളാണ് അല്ലേ. ഡിസ്ട്രോയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ വാർഷിപ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ 2 പ്രോജക്റ്റുകളാണ് 15Bയും 15A എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ പ്രോജക്റ്റ് 17A ഉണ്ട്. പ്രോജക്റ്റ് 17A അതെന്ന് പറയുന്നത് എന്താ, സ്റ്റെൽത്ത് അല്ലേ. സ്റ്റെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റഡാറിലൊന്നും പെടാത്ത രീതിയിൽ നമ്മളെ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്ന പ്രോജക്റ്റാണ് 17A എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കൊൽക്കത്ത ക്ലാസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. കാര്യം നമ്മൾ INS സൂറത്തും INS നീലഗിരിയും പഠിച്ചു, അതിൻ്റെ കൂടെ അന്തർവാഹിനിയായിട്ടുള്ള INS വാക്ഷീറിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ എന്ത് ചെയ്യുക, ഈ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട്. വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം പ്രോജക്റ്റ് 75 എന്തുമായി ബന്ധപ്പെട്ടതാണ്, അപ്പം അന്തർവാഹിനികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. അപ്പം അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയേ, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന് കിട്ടിയല്ലേ. അതൊക്കെ ഒരു ഫാക്റ്റായിട്ട് നമ്മൾ അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം ഇങ്ങനെ കിട്ടുന്ന പോലീസ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെയൊക്കെ അവാർഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന പുരസ്കാരങ്ങൾ തീർച്ചയായിട്ടും PSC ചോദിക്കുന്നതാണ്. സോ അതറിഞ്ഞിരിക്കുക. ഇനി നോക്കിയേ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണല്ലേ ഹോപ്പ്, അത് ഈ ഫെബ്രുവരി മാസത്തിലാണ്, ജനുവരി മാസം അവസാനമാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കാര്യം ആത്മകഥകൾ PSC റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചോദിക്കാറുണ്ട്. പോപ്പിൻ്റെ ഒക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രാമത്തെ പോപ്പായിരുന്നു, 266ാമത്തെ പോപ്പായിരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് പോപ്പ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ 266ാമത്തെ പോപ്പാണെന്നും അദ്ദേഹം അർജന്റീനക്കാരനായിരുന്നെന്നും ഓർത്തിരിക്കുക കേട്ടോ. അർജന്റീനക്കാരനായിരുന്ന പോപ്പായിരുന്നു. അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പോപ്പ് ഉണ്ടാകുന്നത്. അത് പോപ്പ് ഫ്രാൻസിസ് ആയിരിക്കും ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർഗ് അല്ലേ 2ന്റെ പരീക്ഷണം വിജയമായി അല്ലേ. അതായത് ഇന്ത്യ DRDO ഒക്കെ ബേസ് ചെയ്തിട്ട് ഒത്തിരി പുതിയ മിസൈലുകൾ, റോക്കറ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ലക്കിനെ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ടാങ്ക് അല്ലേ, ടാങ്ക് വേദ മിസൈലുകളെയാണ് നമ്മൾ ആൻറ്റി ടാങ്ക് മിസൈലുകൾ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ഈ നാഗ് എന്ന് പറയുന്ന മിസൈല് ആൻറ്റി ടാങ്ക് മിസൈലാണ്. അത് ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ. നമ്മൾ ഫയർ ചെയ്യുക, ഫോർഗെറ്റ്, അതായത് കറക്റ്റായിട്ട് എവിടെ വീഴും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ തന്നെ ഹെലികോപ്റ്റർ വേർഷനെയാണ് നമ്മൾ ഹെലന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു റേഞ്ച് ഒരു 500 മീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണ് ആൻറ്റി ടാങ്ക് അതായത് നാഗ് മിസൈലിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കിയേ, അടുത്തത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. അതായത് ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ആരെ തിരഞ്ഞെടുത്തു, നവാസ് സലാമിനെ തിരഞ്ഞെടുത്തു.
ഈ നവാസ് സലാം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലൊക്കെ ജഡ്ജി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാര്യം വേണമെങ്കിൽ ഇതുപോലത്തെ അപ്പോയിൻമെൻറ്റ്സുകളൊക്കെ PSC ചോദിക്കാറുണ്ട്. പിന്നെ വുമൺ അപ്പോയിൻമെൻറ്റ്സുകളാണെങ്കിൽ കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഇതും ചോദിക്കാം. പിന്നെ ലെബനനൊക്കെ ലൈവായിട്ട് കറണ്ട് അഫയേഴ്സിലുള്ള അതാണ്. കാര്യം ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ലെബനൻ, ഹിസ്ബുള്ള ഒക്കെ എന്താണ് ന്യൂസിലുള്ളതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ലെബനൻ്റെ പ്രധാനമന്ത്രിനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, പത്മ പുരസ്കാരങ്ങളാണ് അല്ലേ. പത്മ പുരസ്കാരങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ജനുവരിയിലാണ് 2024 അല്ലേ, 2024 വർഷത്തെ അല്ലെ ഇതിന് മുന്നേ പുറകോട്ടുള്ള വർഷം നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം പലർക്കും അവരുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. 2024 അവാർഡുകൾ 2025 പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രഖ്യാപനത്തിൽ മൊത്തം 139 പത്മ അവാർഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പത്മഭൂഷൺ എത്ര എണ്ണം ഉണ്ടായിരുന്നു? പത്മഭൂഷൺ 7 എണ്ണവും പത്മവിഭൂഷണാണ് 7 എണ്ണം ഉണ്ടായിരുന്നത്. പത്മഭൂഷൺ എത്ര എണ്ണം ഉണ്ടായിരുന്നു? പത്മഭൂഷൺ 19 എണ്ണവും പത്മശ്രീ എത്ര എണ്ണം ഉണ്ടായിരുന്നു? പത്മശ്രീ 113 എണ്ണം. അങ്ങനെ മൊത്തം 139 പത്മ അവാർഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് 10 വിദേശികൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 10 വിദേശികളുണ്ട്. പിന്നെ എത്രയാ, 23 വനിതകളുണ്ടല്ലേ അതിൽ. ഈ മൊത്തം 139 23 വനിതകളുണ്ട്. ഇതിനകത്ത് 13 മരണാനന്തര ബഹുമതികളും ആയിട്ടും പത്മ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 കായിക താരങ്ങൾക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. 5 കായിക താരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. മൊത്തം 139 ആണെന്നുള്ളതും 113 പേര് പത്മശ്രീ ആണെന്നുള്ളതും 19 പത്മഭൂഷൺ ആണെന്നുള്ളതും 7 പത്മവിഭൂഷൺ ആണെന്നുള്ളതും ഉറപ്പായിട്ട് ഓർത്തിരിക്കുക. മറ്റേതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇൻ കേസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കി, MT വാസുദേവൻ നായർക്ക് അല്ലേ മലയാളത്തിൽ നിന്ന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഓർത്തിരിക്കുകയും വന്നിരിക്കുന്നതാണ് ദുവൂർ നാഗേശ്വര റെഡ്ഡി അല്ലേ. അദ്ദേഹം തെലുങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ്. ഗ്യാസ്ട്രോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഉദരസംബന്ധമായ അസുഖങ്ങളെ പറ്റിയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ്. എസ്പെഷ്യലി ഒരു എൻഡോസ്കോപ്പി സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ അതിനുള്ള അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ആളെ നോക്കി, ജസ്റ്റിസ് ആണ് അല്ലേ. ജഗദീഷ് സിംഗ് ഖേഹർ എന്ന് പറയുന്ന ജസ്റ്റിസ് ആണ്. അപ്പോൾ ജസ്റ്റിസ് ജഗദീഷ് എന്ന് പറയുന്നത് നമുക്ക് പ്രമാദമായ പല കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ള നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം 44ാമത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ മുത്തലാഖ് ബില്ലൊക്കെ, ബില്ലല്ല, മുത്തലാഖ് ബേസ് ചെയ്തിട്ടുള്ള കോടതി വിധിയൊക്കെ പുറപ്പെടുവിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ എൻഡോസൾഫാൻ്റെ വിധിയും പുറപ്പെടുവിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനും പത്മവിഭൂഷൺ കിട്ടി എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്ത് നോക്കിയേ, കുമുദിനി രജനീകാന്ത് അല്ലേ. കുമുദിനി രജനീകാന്ത് ഒരു കഥക് നർത്തകിയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അവർ ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്. പിന്നെ അടുത്ത ആളെ നോക്കിയേ, എൽ സുബ്രഹ്മണ്യം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിനു മുന്നേ ഒസാമു സുസുക്കി അല്ലേ, നമ്മുടെ സുസുക്കിൻ്റെ ചെയർമാനായിട്ടൊക്കെ ഇരുന്ന ആളാണ് ഒസാമു സുസുക്കി. ഇനി ശാരദാ സിൻഹയുണ്ട്. ശാരദാ സിൻഹ ഒരു ഗായികയാണ്. മൈഥിലി ഭാഷയിലാണ് പുള്ളിക്കാരത്തി പാടിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത ആളാണ് എൽ സുബ്രഹ്മണ്യം. എന്നിവർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത് അല്ലേ. അപ്പോൾ പത്മവിഭൂഷൺ നമുക്ക് മൊത്തം 7 പേർക്കാണ് കിട്ടിയത്. അതിനകത്ത് എല്ലാവരും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിരുന്ന PR ശ്രീജേഷ് അല്ലേ. PR ശ്രീജേഷിൻ്റെ മുഴുവൻ പേരെന്താ? PRൻ്റെ ഫുൾ ഫോം എന്താ? PR പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്നാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. കാര്യം PR ഒക്കെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് PSC ചോദിക്കാം. അപ്പോൾ പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പത്മഭൂഷൺ കിട്ടിയ 19 പേരിൽ ഒരാളാണ്. മലയാളിയാണ് അദ്ദേഹം. പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ആളാണ് ആര്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അല്ലേ. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയയൊക്കെ നടത്തിയ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, പത്മഭൂഷൺ കിട്ടിയ രണ്ടാമത്തെ മലയാളി. അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ആളാണ് ആര്? നമ്മുടെ നടി ശോഭന, അതുപോലെ തമിഴ് നടൻ അജിത്ത്. ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവാർഡ് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മശ്രീ കിട്ടിയ മലയാളിയാണ് IM വിജയനും അതുപോലെ ഓമനക്കുട്ടി ഡോക്ടർ
ഓമനക്കുട്ടി ടീച്ചറും. അതായത് അത് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടാണ് ഓമനക്കുട്ടി ടീച്ചർക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഈ IM വിജയൻ്റെ IM-ൻ്റെ ഫുൾ ഫോം എന്താ? അല്ലെങ്കിൽ IM-ഉം വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്തു നോക്കാം അല്ലേ. അത് എങ്ങനെയാ? ഇനി വളപ്പിൽ മണി വിജയൻ അല്ലേ. ഇനി വളപ്പിൽ മണി വിജയൻ എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. അതായത് IM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വളപ്പിൽ മണി എന്നുള്ളതാണെന്നും ഓർത്തിരിക്കുക. നമ്മൾ PR-ഉം പറഞ്ഞു, പാറാട്ട് രവീന്ദ്രൻ എന്നുള്ളതാണെന്നും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ള പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആയിട്ടുള്ള അവാർഡീസിനെ പഠിച്ചു. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. കാര്യം PSC പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്, എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്തത് നമ്മളൊരു അവാർഡാണ്. അവാർഡ് ആർക്കാ? ഷീലാമ്മയ്ക്ക് അല്ലേ, നടി ഷീലയ്ക്കാണ്. എന്താണ്? പ്രേം നസീർ പുരസ്കാരമാണ് ഈ വർഷത്തെ, അതായത് 24 പുരസ്കാരം കിട്ടുന്നത് ഷീലയ്ക്കാണ്. പിന്നെ അടുത്തത് നോക്കിയാൽ അടുത്തത് ഒരു സെറ്റ് ഓഫ് അവാർഡാണ്, ICCയുടെ അവാർഡുകളാണ് അല്ലേ. ഈ ICCയുടെ അവാർഡുകൾ ഏതെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കണം. കാര്യം ചോദിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഇത് നോക്കിയേ, 2024 മികച്ച T20 താരമായിട്ട് ഇന്ത്യയുടെ ആരാ? അർഷദീപ് സിംഗിനെയല്ല തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അർഷദീപ് സിംഗ് ഏതാണ്? T20 ആണ്, അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ മികച്ച ടെസ്റ്റ് താരമായിട്ട് തിരഞ്ഞെടുത്തത് ആരാ? ജസ്പ്രീത് ബുംറയാണ് മികച്ച ടെസ്റ്റ് താരം അല്ലേ. അപ്പോൾ നമ്മൾ T20 താരത്തെ കണ്ടു, ടെസ്റ്റ് താരത്തെ കണ്ടു. ഇനി വനിതാ ഏകദിനത്തിൽ മികച്ച താരമായിട്ട് എടുത്തത് ആരെയാ? സ്മൃതി മന്ദാനയെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഈ ജസ്പ്രീത് ബുംറയെ തന്നെയാണ് ബെസ്റ്റ് ക്രിക്കറ്ററായിട്ടും, ടെസ്റ്റ് ക്രിക്കറ്റർ മാത്രമല്ല ബെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് എടുത്തതും ജസ്പ്രീത് ബുംറയാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കിക്കേ, വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് എന്ത് ചെയ്തു? അന്തരിച്ചു. കാര്യം ഇങ്ങനെ മരണങ്ങളും വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. ഇനി അടുത്ത് നോക്കി, വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ഉള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി പരീക്ഷിച്ചു അല്ലേ, വിജയിച്ചു. അപ്പോൾ അത് ഓർത്തിരിക്കുക. വികാസ് എഞ്ചിൻ PSLVയുടെ 2ാമത്തെ സ്റ്റേജിലും GSLVയുടെ ഒക്കെ 2ാമത്തെ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. അപ്പോൾ അത് കൂടുതൽ അഡ്വാൻസ്ഡ് മോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ISRO ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരീക്ഷണ വിജയമായിരുന്നു. ഇനി അടുത്ത് നോക്കിയേ, S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റ്, നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തിന് കിട്ടിയല്ലേ. ഈ SK വസന്തിനെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഏത് വർഷമാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? എഴുത്തച്ഛൻ പുരസ്കാരം നമ്മുടെ SK വസന്തിനായിരുന്നു, അത് ഓർത്തിരിക്കുക. ഇനി R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ DeepSeek അല്ലേ. ഈ DeepSeek നമ്മുടെ ChatGPTക്കൊക്കെ ബദലായിട്ട് വന്ന ഒരു ചൈനീസ് AI ആണ്, ചാറ്റ് ബോട്ടാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചാറ്റ് ബോട്ട് യൂസ് ചെയ്യരുതെന്ന് എന്ത് ചെയ്തു? ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ഇത് നിരോധിച്ചിട്ടില്ല, പക്ഷേ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പർട്ടിക്കുലർലി എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ആദ്യമായിട്ട് ഈ DeepSeekനെ നിരോധിക്കുന്ന രാജ്യമാണ് ഇറ്റലി. അത് കഴിഞ്ഞ് യൂറോപ്പിലെ പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ DeepSeekനെ നിരോധിച്ചിട്ടുണ്ട്. കാര്യം ചൈനീസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ് അല്ലേ. ഫൈനലി നമ്മുടെ ഡേറ്റാസ് ഒക്കെ ചൈനയുടെ കയ്യിൽ എത്തും എന്നുള്ള പേടിയുണ്ട് പല രാജ്യങ്ങളും. ഇപ്പോൾ ബെൽജിയം പോലത്തെ പല രാജ്യങ്ങളും DeepSeek നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക അത്. അപ്പോൾ അടുത്ത് നോക്കിയേ, നമ്മുടെ പ്രമുഖ സിനിമാ സംവിധായകനായ ഷാഫി അന്തരിച്ചു അല്ലേ. അപ്പോൾ ഷാഫിയുടെ പേര് ഓർത്തിരിക്കുക അല്ലേ. നമ്മളെല്ലാവരും ഡയറക്ടർ ഷാഫി ആയിട്ടാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷീദ് MH എന്നാണ് കേട്ടോ. കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്, സച്ചി ഒക്കെ മരിച്ചപ്പോൾ സച്ചിയുടെ മുഴുവൻ പേരും ചോദിച്ച പോലെ ഷാഫിയുടെ വേണമെങ്കിലും ശരിക്കുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് റഷീദ് MH എന്നാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇനി അടുത്ത് നോക്കിയേ, ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരനിൽ ഒന്നാമനായി D ഗുഗേഷ് അല്ലേ. അതായത് ഇന്ത്യക്കാരിൽ ഒന്നാമനായിട്ടാണ് D ഗുഗേഷ് വന്നിരിക്കുന്നത്, അല്ലാതെ ഒന്നാമനായിട്ടല്ല അല്ലേ. 18ാമത്തെ ചെസ് ചാമ്പ്യനാണല്ലോ അദ്ദേഹം. ചെസ് ചാമ്പ്യനാണ്, 18 വയസ്സേ ഉള്ളൂ. ചെസ് ചാമ്പ്യനാണ്, 18ാമത്തെ ചെസ് ചാമ്പ്യനാണ്. അപ്പോൾ 15ാമത്തെ ചെസ് ചാമ്പ്യൻ ആരാ? 15ാമത്തെ ചെസ് ചാമ്പ്യൻ നമ്മുടെ വിശ്വനാഥൻ ആനന്ദായിരുന്നു അല്ലേ. വിശ്വനാഥൻ ആനന്ദായിരുന്നു, അദ്ദേഹമാണ് 15ാമത്തെ. 18ാമത്തെ ചാമ്പ്യനാണ് D ഗുഗേഷ്. D ഗുഗേഷിൻ്റെ D എന്താ? ദൊമ്മരാജു ഗുഗേഷ് എന്നാണ് അല്ലേ, ദൊമ്മരാജു. ആ പേരും പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ബുഡാപെസ്റ്റിൽ വെച്ചിട്ടായിരുന്നു ഈ വർഷത്തെ ചെസ് ചാമ്പ്യൻഷിപ്പ്. D ലിറാങ്ങിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ആകെ 3
ഏഷ്യക്കാർ മാത്രമാണ് എന്തായിട്ടുള്ളൂ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളൂ. അതിൽ മൂന്നാമത്തെ ആളാണ് ഡി ഗുകേഷ്. 2 ഇന്ത്യക്കാരും 1 ചൈനക്കാരനുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മളൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് PSC ബുള്ളറ്റിൻ തന്നിരിക്കുന്നത്. അതായത് കോലാലംപൂർ അല്ലേ, അതെവിടെയാ, സിംഗപ്പൂർ നടക്കുന്ന വനിതകളുടെ അണ്ടർ 19 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളറായി ആര്, വൈഷ്ണവി ശർമ്മ അല്ലേ. അതായത് ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ, സെക്കൻഡ് എഡിഷൻ മാത്രമാണ് നടക്കുന്നത്. 2025 ഇതിനു മുന്നേ നടന്നത് 2023 2023 ചാമ്പ്യൻസ് ആരായിരുന്നു, ഇന്ത്യ ആയിരുന്നു. ഈ 2025 ചാമ്പ്യൻസും ആരാണ്, ഇന്ത്യ തന്നെയാണ്. അപ്പം ഒരു ടൂർണമെൻറ്റ് തുടങ്ങി അതിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ എഡിഷനിൽ ചാമ്പ്യൻസ് ആയത് ആരാണ്, ഇന്ത്യ തന്നെയാണ്. അത് പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന് വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം നേടി. അപ്പോൾ ഇതിനായിട്ട് എത്ര ബോളുകൾ ഉപയോഗിച്ചു, 14,505 പന്തുകൾ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർത്തേ, പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് മലയാളിയായ ജസ്റ്റിസ് കെ വിനോദചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സ്ഥാനമേറ്റു അല്ലേ. അപ്പോൾ അതായത് സുപ്രീം കോടതിയിലേക്ക് ഒരു മലയാളി ജഡ്ജിയും കൂടി വന്നു. നമുക്കറിയാം അത് ആരാണ്, CJI ആയിട്ട് വന്ന ഏക മലയാളി KG ബാലകൃഷ്ണനാണ്. 2007-2010 കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്താവുന്നത്, CJI ആയിട്ട് KG ബാലകൃഷ്ണൻ വരുന്നത്. 34ാമത്തെ CJI ആയിരുന്നു, അതൊക്കെ ഓർത്തിരിക്കുക. അതിനുശേഷം അദ്ദേഹം 6ാമത്തെ NHRC ചെയർമാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹം മാത്രമാണ് ഇതുവരെ മലയാളക്കരയിൽ നിന്ന് എന്തായിട്ടുള്ളൂ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നല്ലേ. എല്ലാ വർഷവും ലോക സാമ്പത്തിക ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്, ദാവോസിൽ തന്നെ, സ്വിറ്റ്സർലൻഡിൽ തന്നെയാണ് സ്ഥലം. അപ്പോൾ അവിടെ തന്നെയാണ് എല്ലാ വർഷവും നടക്കുക. അത് എന്ത് ചെയ്യാവുന്ന അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് ക്രിക്കറ്റ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്ൻസിന് അല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വിംബിൾട്ടൺ ഒക്കെ മേടിച്ച ആരായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ LD എക്സാമുകൾക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വിംബിൾട്ടണോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഓപ്പണോ ഒക്കെ നേടിയത് ആരാണ് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ആരാണ്, വുമൺ വിഭാഗത്തിൽ മാഡിസൺ കെയ്ൻസിനാണ്. അവർ ഏത് രാജ്യക്കാരിയാണ്, US സിറ്റിസൺ ആണ് അല്ലേ. ആര്യൻക സെബലൻകേനെയാണ് തോൽപ്പിച്ചത്. അത് ബെലാറസിൻ്റെ കായിക താരമാണെന്ന് ഓർത്തിരിക്കുക. കാര്യം ഇതും PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പം ജോക്കോവിച്ച് ഒക്കെ ഏത് രാജ്യക്കാരനാണെന്ന് PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലെയേഴ്സും ഏത് രാജ്യത്ത് ഉള്ളതാണെന്നും നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നോക്കിയേ, ബഹിരാകാശ പേടകങ്ങളെ യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി അല്ലേ. US-ഉം റഷ്യയും ചൈനയും കഴിഞ്ഞാൽ അടുത്ത ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി അല്ലേ. നമ്മൾ സ്പേസ് രംഗത്ത് ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പറയുന്നുണ്ട് US, റഷ്യയും ചൈനയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിക്കുന്നത്. നമ്മൾ PSLV C-16 എന്ന് പറഞ്ഞ പേടകത്തിൽ എന്താണല്ലേ, 2 ചെറിയ സാറ്റലൈറ്റുകൾ അല്ലേ, SDX-01 SDX-02 എന്ന് പറഞ്ഞ 2 സാറ്റലൈറ്റുകൾ, ഒരു ചേസറും ടാർഗറ്റ് എന്നും പറയുന്ന 2 എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റുകളെ നമ്മൾ സ്പേസിലേക്ക് വിടുന്നു. അപ്പോൾ ഇത് രണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, യന്ത്രക്കൈ ഉപയോഗിച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഈ PSLV C-16 എന്നാണെന്നുള്ളതും ഈ 2 സാറ്റലൈറ്റുകളുടെ പേരും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തതൊരു ഫാക്റ്റ് ആണല്ലേ, ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ് അല്ലേ, എത്രയാ, 5 ഗ്രഹങ്ങൾ, 5 അല്ല 6, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25 രാത്രിയിൽ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് വന്നു അല്ലേ. ഈ പ്രതിഭാസം നമ്മൾ പറയുന്നത് പ്ലാനറ്റ് പരേഡ് എന്നാണ് കേട്ടോ. അതായത് നേർരേഖയിൽ അല്ലെ ഒരുമിച്ച് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന രീതിയിൽ ഇങ്ങനെ ഗ്രഹങ്ങൾ വരുന്നതിനെ നമ്മൾ പറയുന്നത് പ്ലാനറ്റ് പരേഡ് എന്നാണ്. അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഇവിടെ നിന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആ ഡേറ്റ് ഒന്നും യൂഷ്വലി PSC ചോദിക്കാറില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ ഈ മാസത്തെ അതായത് പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് നോക്കിയേ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന V. ഗീത അല്ലേ. നമ്മൾ യൂഷ്വലി ചെയർമാനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷെ എന്നാലും മെമ്പേഴ്സിൻ്റെ പേരും വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത് നോക്കിയേ, രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശു ഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയോ സർജൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ആര്, ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ സൈഡിൽ കാണുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട്
ഉത്തരാഖണ്ഡ് മാറി അല്ലേ. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് UCC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇത് ഉത്തരാഖണ്ഡ് അല്ലേ. അപ്പോൾ അതിന് മുന്നേ മുതലേ അല്ലെങ്കിൽ രാജ്യത്ത് UCC ഉള്ള ഏക സംസ്ഥാനം ഏതാ? ഗോവയല്ലേ. ഗോവ പണ്ട് മുതലേ അവിടെ UCC ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഇപ്പോൾ പുതിയതായിട്ട് നിയമം പാസ്സാക്കി വന്നത് ഉത്തരാഖണ്ഡിലാണ്. അത് UCCയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 44 TPSPയുടെ ഭാഗമാണ്. അതൊക്കെ നമ്മൾ DPSP ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി നോക്കിയേ, നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ വുമൺ വിന്നറിനെ അവിടെ കണ്ടായിരുന്നു. ഇനി പുരുഷ ടെന്നീസിൽ ആരാ? ഇറ്റലിയുടെ യാനിക് സിന്നർ അല്ലേ. ഇപ്പോൾ യാനിക് സിന്നർ ഇടയ്ക്കിടയ്ക്ക് പല കപ്പുകളും അടിക്കുന്നുണ്ട്, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. ഇനി ഫൈനലിൽ ആരെ തോപ്പിച്ചേ? അലക്സാണ്ടർ സോവറിനെയാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹം ജർമ്മൻകാരനാണ്, അതും ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിജയകരമായി 100ാം വിക്ഷേപണം നടത്തി അല്ലേ. PSCക്ക് 75, 100 ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള നമ്പേഴ്സുകളാണ്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈയാണ്, അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതായത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ 100ാമത്തെ അല്ലേ, 100ാമത്തെ 1979 ഓഗസ്റ്റിനാണ് ആദ്യത്തെ ഫസ്റ്റ് വിക്ഷേപണം നടത്തുന്നത്. ഇങ്ങ് 2025 ആയപ്പോഴത്തേക്കും അത് എത്രയായി? 100 വിക്ഷേപണങ്ങൾ നടത്തി. ഈ 100ാമത്തെ വിക്ഷേപണം ഏതായിരുന്നു? GSLV F-15 എന്ന് പറഞ്ഞ റോക്കറ്റാണ് നമ്മൾ വിട്ടത്. അതായത് NVS 02 എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ GSLV F-15 വിട്ടത്. അത് ഈ NVS എന്ന് പറയുന്നത് നമ്മുടെ നാവികിൽ, ഈ നാവികിൻ്റെ കോൺസ്റ്റലേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. അതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക. നാവിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ GPS-നൊക്കെ പകരമായിട്ട് നമ്മുടെ റീജിയനിൽ ഒരു 1500 കിലോമീറ്റർ ഭാഗത്ത് അസസ് ചെയ്യാൻ പാകത്തിന് ഇന്ത്യ തന്നെ ISROൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പൊസിഷനിങ് സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് നാവിക്. അതിൻ്റെ മുന്നത്തെ പേര് IRNSS എന്നൊക്കെ ആയിരുന്നു. ഈ IRNSS ഒക്കെ ബേസ് ചെയ്തിട്ട് PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഈ നാവിക്കിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നാവിഗേഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ ആണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതും PSC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 7 സാറ്റലൈറ്റ് ആണ്. അതെല്ലാം എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ കോൺസ്റ്റലേഷനിലേക്കുള്ള ഒരു പുതിയ സാറ്റലൈറ്റ് ആണ് ഏത്? NVS 02. അപ്പോൾ അത് വിട്ട GSLV F-15 ആണ് 100ാമത്തെ ലോഞ്ച് ആയിട്ട് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ വരുന്നത്. അതൊക്കെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, 38ാമത്തെ ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടങ്ങി അല്ലേ. അതായത് ജനുവരി അവസാനം തൊട്ട് ജനുവരി പകുതി വരെയാണ് നമ്മുടെ നാഷണൽ ഗെയിംസ്. അപ്പോൾ 37ാമത്തെ നടന്നത് എവിടെയായിരുന്നു? 37ാമത്തെ നടന്നത് ഗോവയിലായിരുന്നു. 38ാമത്തെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടക്കുന്നുണ്ട്. ഈ 37ാമത്തെ വെച്ചിട്ടുള്ള, അതായത് നാഷണൽ ഗെയിംസ് ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നാഷണൽ ഗെയിംസ് മൊത്തമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത ലക്കത്തിൽ എന്ത് ചെയ്യാം, PSC മുഴുവനായിട്ട് അത് തീർന്നു കഴിയുമ്പോൾ ഉള്ളത് ഡേറ്റാസ് ഇടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ അതിനെ ബേസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഓർത്തിരിക്കുക, 39ാമത്തെ, അതായത് അടുത്ത വർഷത്തെ നാഷണൽ ഗെയിം വരുന്നത് മേഘാലയയിലാണെന്നും ഓർത്തിരിക്കുക കേട്ടോ. 39ാമത്തെ വരുന്ന എവിടെയാണ്? മേഘാലയയിൽ കേട്ടോ, മേഘാലയയിലാണ്. അതും ഓർത്തിരിക്കുക. കാര്യം വെന്യൂസൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, അണ്ടർ-19 വനിതാ 20 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ആര്? ജി തൃഷ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു 2ാമത്തെ എഡീഷനാണെന്ന്. ആ 2ാമത്തെ എഡീഷനിൽ വിൻ ചെയ്തതും ഇന്ത്യ തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം എന്ന റെക്കോർഡാണ് ആർക്ക് കിട്ടിയത്? ജി തൃഷ. അപ്പോൾ ഈ ജി തൃഷ തന്നെയായിരുന്നു ടൂർണമെൻറ്റിലെ താരം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ അല്ലേ. അപ്പോൾ ഈ ബ്ലൂ ഒറിജിൻ ആരുടെയാ? ജെഫ് ബെസോസിൻ്റെയാണ് അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണുന്ന വേറെ ഒരെണ്ണമാണ് സ്പേസ് എക്സ് അല്ലേ. സ്പേസ് എക്സ് ആരുടെയാ? സ്പേസ് എക്സ് ഇലോൺ മസ്കിൻ്റെയാണ്. അതും അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഫാൽക്കൺ 9 ആണ് റീയൂസബിൾ ആയിട്ട്, അതായത് തിരിച്ച് ഇറക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടതാണ്. ഇപ്പോൾ ഫാൽക്കൺ റോക്കറ്റ് ഒക്കെ സ്പേസ് എക്സിൻ്റെ ഇലോൺ മസ്കിൻ്റെ ആണെന്നും ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ ഈ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റാണ് ഏത്? ന്യൂ ഗ്ലെന്നി അല്ലേ. അതിൻ്റെ ആദ്യ പരീക്ഷണം വിജയകരമായിട്ട് അത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫെയർ ഫസ്റ്റ് ലക്കം ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാണ്ട് ലക്കത്തിലില്ലാത്ത നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, വീഡിയോ കാണുക, നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുക, അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.